സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 20 മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാനയിൽ വായിച്ചു കേട്ടത്. ഈ വചനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ യോഹന്നാനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, യേശു ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന യോഹന്നാൻ. രണ്ട്, യേശുവിൻ്റെ വക്ഷസ്സിൽ ചാരിക്കിടന്നുകൊണ്ട് യേശുവിനോട് നിന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരാണ് എന്ന് ചോദിച്ച യോഹന്നാൻ. ആദ്യത്തെ ഭാഗം യേശുവിന് യോഹന്നാനോടുള്ള സ്നേഹം വെളിപ്പെടുത്തുന്നുവെങ്കിൽ രണ്ടാമത്തെ ഭാഗം യോഹന്നാന് യേശുവിനോടുള്ള സ്നേഹമാണ് വെളിപ്പെടുത്തുന്നത്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ വളരെയധികം പൗരോഹിത്യ സ്വീകരണത്തെക്കുറിച്ച് കേൾക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ്. ധാരാളം പുരോഹിതരെ നമുക്കറിയാം, സമർപ്പിതരെ നമുക്കറിയാം, വൈദിക വിദ്യാർത്ഥികളെ നമുക്കറിയാം. വൈദികരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വൈദിക വിദ്യാർത്ഥികളും സമർപ്പിതരുമെല്ലാം ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അവർ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ സ്നേഹം ലോകത്തിൽ പങ്കുവയ്ക്കാൻ അവർക്ക് സാധിക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് ജീവാലയ MCBS സെമിനാരിയുടെ പശ്ചാത്തലത്തിലാണ്. ഇവിടെ വൈദികർക്ക് വേണ്ടി, വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള രൂപീകരണം നടക്കുന്ന ഒരു സ്ഥലമാണ്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, എല്ലാ വൈദികരെയും വൈദിക വിദ്യാർത്ഥികളെയും സമർപ്പിതരെയും ഈശോയുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് എല്ലാവരും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാനും സ്നേഹരാഹിത്യമുള്ള ഈ ലോകത്തിൽ, മുറിവുകളുള്ള ഈ ലോകത്തിൽ മുറിവുണക്കുന്നവരായി മാറുവാനും സ്നേഹം പങ്കുവയ്ക്കുന്നവരാകുവാനും ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വൈദികരുടെയും വൈദിക വിദ്യാർത്ഥികളുടെയും കൂട്ടായ്മയിൽ നിങ്ങളെ ആശീർവദിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.